ഹായ്, ഇന്ന് നമ്മുടെ ബോഡിക്ക് സ്ട്രെച്ചിങ് കൊടുക്കണം കേട്ടോ. നമ്മൾ ശരിക്കും ബോഡിക്ക് സ്ട്രെച്ചിങ് കൊടുക്കണം. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ പല രീതിയിൽ കൂടെ നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇതല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് കൊടുക്കണം കേട്ടോ. അത് നല്ലതാണ്. എപ്പോഴും നമ്മളെ ബോഡി സ്ട്രെങ്തൻ ചെയ്ത് നിർത്തണം എപ്പോഴും. അപ്പം നമ്മുടെ ഉടക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മാറി അതൊക്കെ ഒന്ന് വീഴാണ്ടൊക്കെ നോക്കിയിട്ട് നമുക്കതൊന്ന് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഇതേ ലെവലിന് പൊക്കത്തിനുള്ള സ്റ്റാൻഡോ എന്തെങ്കിലും ഇതിൻ്റെ പുറത്ത് നമുക്കൊന്ന് കാല് ചവിട്ടുന്ന രീതിയിലുള്ള, അപ്പോൾ ഇത്ര ഒരു ഹൈറ്റിലുള്ള ഇത് ചവിട്ടുക കേട്ടോ. ഇതേപോലത്തെ സ്റ്റൂളിലാണെങ്കിൽ സ്റ്റൂളിൽ നിന്ന് ഇറങ്ങി ചോരുമേൽ ചേർത്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത്ര ഒരു അകലത്തിൽ കാല് വയ്ക്കുക കേട്ടോ. എന്നിട്ട് മെല്ലെ ഇങ്ങനെ ഇങ്ങോട്ട് ഇതേപോലെ ഞാൻ ഈ കൈ വെച്ചേക്കുന്നത് ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ. ഈ നടുവിൻ്റെ ഭാഗത്തും കൈയുടെ ഭാഗത്തും. ഇപ്പോൾ ഞാൻ അത്രത്തോളം വളയുന്നു വെച്ചിട്ട് നിങ്ങൾ അത്രത്തോളം വളയണമെന്നൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോളണം. കാരണം അധികം നമ്മൾ വളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടുവിന് നമുക്കറിയാൻ ഒക്കില്ല. നമ്മൾ ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് അത്രയും വളയാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ പെയിൻ ഉണ്ടാവും, ഉടക്ക് വീഴും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വളയുമ്പോൾ മനസ്സിലാവും അവിടെ ചെറിയൊരു പിടുത്തം ഉണ്ടാക്കാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ വീണ്ടും പുറകോട്ട് നിന്നിട്ട് വീണ്ടും വളയുക. അല്ലാണ്ട് ആ ഒരു പിടുത്തം വരുമ്പോൾ വീണ്ടും അത് മൈൻഡാക്കാണ്ട് മുന്നോട്ട് വളയാൻ നിൽക്കരുതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിത് എടുക്കും തോറും നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവുകയും പിന്നെ നമുക്ക് കൂടുതൽ വളയാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളെ ബോഡി ഫ്ലെക്സിബിൾ ആക്കുന്നത്. ഫസ്റ്റ് ഒരു ടൈം കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് നന്നായിട്ടൊന്ന് കൊടുക്കണം കേട്ടോ. നമുക്കിത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗമാണ് നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ടത്, എവിടെയൊക്കെ നല്ലത് മനസ്സിലാവും കേട്ടോ നമുക്ക്. എന്നിട്ട് ഒരു കാലം മാത്രം കൊടുത്താൽ പോരാ, മറ്റേ കാലം വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, സെയിം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ മുട്ടിന് നല്ലതാണ്. കാരണം മുട്ടിങ്ങനെ മടങ്ങുക നിവരുക അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുട്ട് വേദനയൊക്കെ ഉണ്ടാവാതിരിക്കും. കാരണം ബ്ലഡ് നന്നായിട്ട് ഓടും നമ്മുടെ കാലിൽ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബാക്ക് ഭാഗമൊക്കെ നന്നായിട്ട് സ്ട്രെച്ചിങ് ആവുന്നുണ്ട്. ബാക്ക് ഭാഗത്തിൻ്റെ പോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മുൻവശമൊക്കെ അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്ട്രെച്ചാവും. നല്ലോണം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ നന്നായിട്ട് അകത്തോട്ടാണ് നമുക്ക് ഒരു വലിവുണ്ടാവുന്നത്. ഈ ബാക്ക് ഭാഗം ആ സമയത്ത് ഇങ്ങനെ മുന്നോട്ടാണ് ഇങ്ങനെ സ്ട്രെച്ചിങ് ഉണ്ടാവുന്നത്. അതാണ് ഓരോരെണ്ണം ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. എന്നിട്ട് അതിനുശേഷം പിന്നെ നമുക്ക് നമ്മുടെ കൈക്കും കഴുത്തിനും ഒക്കെ നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. നമ്മളെ കൈക്ക് ഞാനിതിന് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല കൈക്കതേ നമ്മളിങ്ങനെ കൈ കുർത്ത് വെച്ചിട്ട് കാലൊന്നിങ്ങനെ പൊക്കി നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഞെളിയും അങ്ങനെ പറയാറില്ലേ, പല സ്ഥലത്തും പലതായിരിക്കും പറയുക. അപ്പോൾ അതുപോലെ ഇങ്ങനെ നമ്മൾ കൈ നന്നായിട്ട് കാലും കൂടി ഇങ്ങനെ ഒരുമിച്ച് പൊക്കി നല്ലപോലെ നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് നല്ലപോലെ ഒന്ന് ബലം കൊടുത്ത് വേണം നമ്മൾ പിടിക്കാനായിട്ട്. പഞ്ഞി പോലെ ചെയ്യാൻ നിൽക്കരുത്. എന്നിട്ട് ഇതുപോലെ ഞാൻ കാണിക്കും പോലെ ഒന്ന് ബലം കൊടുത്ത് കൈയൊക്കെ മുറുക്കി പിടിച്ചൊന്ന് ബലം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബാക്കിലോട്ടൊക്കെ എടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു പുതുജീവൻ പോലെ നമ്മളെ ബോഡി ഒന്ന് ഉഷാറാവും. പിന്നെ അതുപോലെ ഇങ്ങനെ കൈ ഒന്ന് മടക്കിയിട്ട് നമ്മളിത് കഴുത്തിനോട് അമർത്തി പിടിക്കേണ്ട കേട്ടോ. കഴുത്തിൽ ഇങ്ങനെ ഞെക്കി പിടിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെരിഞ്ഞു കൊടുക്കുക. അതേപോലെ ഇപ്പം ഇതൊക്കെ നമ്മുടെ ഷോൾഡർ പെയിനൊക്കെ നല്ലതാണ്. ഷോൾഡർ പെയിനൊക്കെ ഉണ്ടാവാതിരിക്കും. നമ്മളെ ബോഡി ഒന്ന് ഉഷാറാക്കി എടുക്കുക. നമ്മളെ ബോഡി ഒന്ന് റൈസ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി ഷോൾഡറൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് പുഷ് ചെയ്തിങ്ങനെ മുകളിലോട്ടാക്കുക. അതുപോലെ നമുക്ക് കഴുത്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പലരും നമ്മൾ കിടക്കുന്ന രീതി ശരിയല്ലാണ്ടിരിക്കുമ്പോഴത്തെ കഴുത്ത് വേദന ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ താഴേക്ക് കുനിക്കുക, പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുക, പിന്നെ ഒന്നിങ്ങനെ കറക്കി എടുക്കുക. റൈറ്റ് സൈഡിൽ കറക്കണം, പിന്നെ ലെഫ്റ്റ് സൈഡും കറക്കണം. ഇങ്ങനെ ഇത് ചെയ്താണ്ടല്ലോ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് വേദന സാധനം നമുക്ക് മാറിക്കോളൂ കേട്ടോ. കാരണം ഇതൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുന്നൊരു കാര്യം കൂടിയാണ്. നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇവിടെ പെയിൻ ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്ത് വേദന എന്ന് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് നേരം മൊബൈലിൽ നോക്കുമ്പോൾ നമ്മൾ കഴുത്ത് കുമ്പിട്ടിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കിടന്ന് നോക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ കഴുത്തിന് ഒത്തിരി സ്ട്രെയിൻ കൊടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെന്തായാലും ഉറപ്പായിട്ടും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ മൊബൈൽ നോക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ദിവസം ഇത് എഴുന്നേൽക്കുമ്പോൾ അങ്ങ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊരു കഴുത്ത് വേദനയൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുപോലെയൊക്കെ തോന്നുവാണെങ്കിൽ ഇപ്പം ഞാൻ ഈ കാണിച്ച പോലുള്ള കാര്യങ്ങൾ കഴുത്തൊന്ന് തിരിക്കുക, ഒന്ന് താക്കുക, മലർത്തുക, ഒന്ന് കറക്കുക, അതുപോലെ കൈയൊക്കെ ഇങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്പോൾ ഒരു ആശ്വാസം കിട്ടും. അതുപോലെ നമുക്ക് ഷോൾഡർ ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കറക്കിയിട്ട് ഒന്ന് സൈഡിലോട്ട് പൊക്കുക.
കണ്ടോ. പിന്നെ ഇതൊന്നും അധികം സമയം പോലും വേണ്ടാത്ത കാര്യമാണ്. അത് മുന്നിലേക്ക് പിന്നിലേക്ക് എടുക്കുക. പിന്നെ ഒന്ന് ആദ്യം പുറത്തോട്ട് നമ്മൾ കറക്കുന്നെങ്കിൽ പിന്നെ അകത്തോട്ട് കൂടെ കറക്കണം. ഇതും നമ്മുടെ ഷോൾഡർ പെയിനൊക്കെ നല്ല ഇതൊന്നും നമുക്ക് ഈ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണല്ലോ ഈ ഷോൾഡർ പെയിൻ, കഴുത്തുവേന, അതൊക്കെ. പിന്നെ കഴുത്തുവേന തേയ്മാനം കൊണ്ടുണ്ടാവുന്നതുണ്ടാവും കേട്ടോ. അതിന് ഞാൻ പറയുന്നില്ല ഒന്നും. ഞാൻ അല്ലാതുള്ളവരുടെ കാര്യം പറയുന്നത്. തേയ്മാനം ഉള്ളവർക്കും വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മെല്ലെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.